ഏസ് ആപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ളതാണ്. സ്ഥിരമായി പി എസ് സിയിൽ വർഗ്ഗമൂലം എന്നുള്ള സിലബസിൽ സ്ഥിരമായി ചോദിക്കുന്നൊരു ഭാഗമാണ്. സോ ഇതിലെ മർമ്മപ്രധാനമായിട്ട് ഇത്തിരിയൊക്കെ പ്രയാസം തോന്നുന്ന ഒരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് കാണാം. ചോദിച്ചിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് തിയേറ്റർ അസിസ്റ്റൻറ്റ് 2024 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. സോ ചോദ്യം തന്നെ വായിച്ചോളൂ, നേരെ വായിച്ചോളൂ. 4701 ഏത് സംഖ്യ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗ്ഗമാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഭാഗം പല രീതിയിൽ ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഏത് സംഖ്യ ഗുണിച്ചാൽ, ഏത് സംഖ്യ കൂട്ടിയാൽ, ഏത് സംഖ്യ ഹരിച്ചാൽ, ഏത് സംഖ്യ കുറച്ചാൽ എന്നീ 4 രീതികളിലും ഈ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇത്തരത്തിലെ യഥാർത്ഥ മാർഗം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ മാർഗ്ഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡബിൾ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഇതിനുണ്ട്. ഡബിൾ ഡിവിഷൻ നമ്മൾ സ്കൂൾ ലെവലിലേക്കൊന്നും പോകുന്നില്ല. സോ പൂർണ്ണവർഗ്ഗം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കണം. പൂർണ്ണവർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അതൊരു എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കണം ആ നമ്പർ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 30 ഒരു പൂർണ്ണവർഗ്ഗമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അല്ല എന്ന് പറയണം. എന്നാൽ അതേ സമയത്ത് നിങ്ങൾക്കൊരു 36 ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണവർഗ്ഗമാണെന്ന് പറയണം. അതെന്താ 36 പൂർണ്ണവർഗ്ഗം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം 36 എന്ന് പറയുന്നത് 6ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 6ൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 36 എന്നുള്ളത് പൂർണ്ണവർഗ്ഗമാണ്. എന്നാൽ 30നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഒന്നിൻ്റെ എന്തല്ല, സ്ക്വയർ അല്ല. അപ്പോൾ അത് പൂർണ്ണവർഗ്ഗമല്ല. സോ ആ രീതിയിൽ നമ്മൾക്ക് പൂർണ്ണവർഗ്ഗത്തെ കണ്ടെത്താനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഏതാ? നമുക്ക് എത്ര വരെയുള്ള സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത്രയും എണ്ണം നമ്മളെ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ കഴിയും. അപ്പോൾ പരമാവധി പി എസ് സി നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറയുന്നത് അറൗണ്ട് 30 വരെയുള്ള സ്ക്വയർ കാണാതെ പഠിക്കാൻ പറയുന്നുണ്ട്. സോ 30 വരെയുള്ള സ്ക്വയർ നമ്മൾ മനപ്പാടാക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി 30 വരെയുള്ള സ്ക്വയറും പൂർണ്ണമായും പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം നമ്പർ ഏതാ? അത് 900 എന്നുള്ള നമ്പറാണ്. സോ ഈ 900 എന്ന നമ്പറിനേക്കാളും അധികം പോയില്ലേ ഈ 4701 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പൂർണ്ണവർഗ്ഗം ഏതാണെന്നുള്ളത് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. സോ ഇത് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏതൊരു പൂർണ്ണവർഗ്ഗത്തിൻ്റെയും അക്കങ്ങളുടെ തുക എപ്പോഴും വരിക 1, 4, 7, 9 എന്നുള്ള നമ്പേഴ്സാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏത് പൂർണ്ണവർഗ്ഗമാണെങ്കിലും അതിൻ്റെ ഡിജിറ്റ്സിൻ്റെ സം വരുന്ന ഏതാണ്? 1, 4, 7, 9 എന്നുള്ളതാണ്. സോ നിങ്ങൾക്കിതിൽ ഈ നമ്പേഴ്സ് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ പൂർണ്ണവർഗ്ഗം എഴുതിയാൽ മതി. 1 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 1 എന്നറിയാം, 2 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 4 എന്നറിയാം, 3 സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 9 എന്നറിയാം, 4 സ്ക്വയർ നിങ്ങൾക്ക് വരുന്നത് 16 ആണ്. സോ ഈ 16-ലെ 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരാം? ഈ അക്കങ്ങൾ കൂട്ടിയാൽ എത്ര വരുന്നത്? 1ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 7 വരുന്നത്. സോ ഈ 4 സമ്മേ എന്ത് ചെയ്യുള്ളൂ, ഇതിൽ വരുള്ളൂ. സോ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള നമ്പേഴ്സ് ഇതിനോട് കൂടി കൂട്ടുമ്പോൾ അതിൻ്റെ അക്കങ്ങളുടെ തുക ഏതാണ് ഈ നമ്പറിൽ അവസാനിക്കുന്നത് നോക്കിയാൽ മതി. ഈ നമ്പറിൽ അവസാനിക്കുന്നതിൻ്റെ സ്വഭാവം അതൊരു പൂർണ്ണവർഗ്ഗമാണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതെല്ലാം ഒന്ന് കൂട്ടിക്കോളൂ. 4ഉം 7ഉം കൂട്ടി എത്ര? 11. 11 ഒന്നും കൂട്ടിയിട്ടുണ്ടെങ്കിലോ 12. ആ 12-ലെ 1ഉം 2ഉം കൂട്ടൂ. 12-ലെ 1ഉം 2ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 3. ഇപ്പോൾ ഇത് 3 എന്ന് പറഞ്ഞ നമ്പറിലാണ് അവസാനിക്കുന്നത്, ശരിയല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 35 ഈ 3-ലൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നോക്കുക. അല്ലെങ്കിൽ 35-ലെ 3ഉം 5ഉം കൂട്ടാം. 3ഉം 5ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 3ഉം 5ഉം കൂട്ടിയാൽ 8. അപ്പോൾ 3ഉം 8ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ എത്രയാടാ? 3ഉം 8ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ 11 എന്നാണ് വരുന്നത്. 11. 11-ലെ 1 1ഉം കൂട്ടി എത്ര വരിക? 2 വരുന്നത്. അപ്പോൾ ഈ 1, 4, 7, 9 എന്നുള്ളൊരു നമ്പറിലാണോ അവസാനിച്ചത്? അല്ല. അപ്പോൾ ഇതൊരു പൂർണ്ണവർഗ്ഗം അല്ല എന്നുള്ളത് ഉറപ്പ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഓപ്ഷൻസിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക ഏതായിരിക്കും? ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സമയം നമ്മൾ ഓൾറെഡി പറഞ്ഞത് എത്രയാണ്? 3 അല്ലേ? അപ്പോൾ ഇതിൽ ഈ 6ഉം 0 കൂട്ടിയാൽ എത്രയാണ്? 6 ആണ്. അപ്പോൾ 3-ലൂടെ 6 കൂട്ടിയാൽ എത്രയാടാ? 9. സോ ആ നമ്പർ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? പൂർണ്ണവർഗ്ഗത്തിൽ കിട്ടുന്നുണ്ട്. സോ നിങ്ങളുടെ ആൻസർ വളരെ വേഗതയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. സോ ഇതിൻ്റെ കറക്റ്റ് വശം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതിൽ ഡബിൾ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു മെത്തേഡാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരു സ്റ്റാർട്ടിങ് ജസ്റ്റ് ഞാൻ പറയാം, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 4701-നെ ഡബിൾ ഡിവിഷൻ ആക്കിയിട്ട് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഈ 47-ൻ്റെ തൊട്ട് താഴെ ഏതിൻ്റെ സ്ക്വയറാണ് വരുന്നത് എന്ന് നോക്കിയിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മെത്തേഡാണ്. സ്കൂൾ മെത്തേഡിനോട് നമ്മൾ എന്ത് ചെയ്യണം? വേണ്ടാന്ന് വെക്കുന്നതാണ്. ഓക്കെ, ബാക്കി സംഖ്യകളും അങ്ങനെ വരുന്നുണ്ടോ നോക്കാം കേട്ടോ. ഈ 60 അല്ലാത്ത ബാക്കി 2 സംഖ്യകൾ അങ്ങനെ വരുന്നുണ്ടോ നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക്. സോ ഇതിൻ്റെ അക്കങ്ങളുടെ തുക നിങ്ങൾ 3 എന്നാണ് പറഞ്ഞു നിർത്തിയത്. സോ ഇതിലെ 4ഉം 8ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 12. 12-ലെ 1ഉം 2ഉം കൂട്ടിയാൽ 3. സോ 3ഉം 3ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര വരുന്നത്? 6 വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സംഖ്യ വരുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അടുത്തത് 6ഉം 8ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 14. 14-ലെ 1ഉം 4ഉം കൂട്ടിയാൽ 5. ആ 5ഉം ഇവിടെയുള്ള 3ഉം കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത്
5ഉം 3ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 8ആണ്. സോ 8ഉം ഇതിൽ വന്നൊരു സംഖ്യയല്ല. സോ നമുക്കിതിൻ്റെ ആൻസറായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി 60 എന്നുള്ളത് പറയാം. സോ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാൻ കഴിയുന്നുണ്ടല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വായിച്ചിട്ട്. സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ജൂനിയർ പ്രൊജക്ട് അസിസ്റ്റൻ്റ് ആണ് 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 4210 ഒരു പൂർണ്ണവർഗ്ഗമാക്കാൻ അതിനോട് കൂടി ഏത് സംഖ്യ കൂട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആൻസർ കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോസ് ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാവും. സോ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ കിട്ടിയത്? മിക്കവാറും ആൻസറായി കിട്ടേണ്ടത് ഓപ്ഷൻ സി എന്നുള്ളതാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയായ ഉത്തരമാണ്. സോ സെയിം മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 4 2 6 6 1 7 എന്നുള്ള ഉത്തരമാണ് കിട്ടുന്നത്. അതിലൂടെ 5 കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര വരിക? 7 5 കൂട്ടിയാൽ 12. 12 1 2 കൂട്ടിയാൽ 3 എന്നാണ് വരുന്നത്. നമുക്ക് കിട്ടേണ്ട തുക 1 4 7 9 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അത് ഇതിൽ കിട്ടിയിട്ടില്ല. 3 കിട്ടാത്തതിനാൽ 5 ഇതിൻ്റെ ആൻസർ അല്ല. അടുത്തത് ഈ 2 5 കൂട്ടിക്കഴിഞ്ഞാൽ 7 7 7 കൂട്ടിയാൽ 14. 14 1 4 കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ആൻസർ വരടാ? 5 വരുന്നത്. സോ 5ഉം ഈ പറഞ്ഞ സംഖ്യയിലുള്ളതല്ല. സോ ഇതും ആൻസർ അല്ല എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിലെ 1 5 കൂട്ടിക്കഴിഞ്ഞാൽ 6 7 6 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 7 6 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 13. 13 1 3 കൂട്ടിയാൽ 4 അല്ലേ? സോ 4 4 എന്ന് പറഞ്ഞ സംഖ്യത്തിൽ വന്നതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്ത് പറയാം, ഓപ്ഷൻ സി ആണെന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ തുകങ്ങൾ ഓൾറെഡി 7 എഴുതി. ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വരുന്നത്. 7 1 കൂട്ടിക്കഴിഞ്ഞാൽ 8. സോ അത് അതിൻ്റെ ആൻസർ അല്ല. 8 ഇതിൽ വരുന്നൊരു സംഖ്യയല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? മറക്കരുത്, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ്, അക്കങ്ങളുടെ തുക, ഒരു പൂർണ്ണവർഗ്ഗത്തിൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എപ്പോഴും 1 4 7 9 ഈ 4 സംഖ്യകളെ വരുള്ളൂ, അല്ലാത്തത് വരില്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹോംവർക്കായിട്ട് ചെയ്യാം. സെയിം ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ തന്നേ ഉള്ളൂ. ചോദ്യം 1825 1875 കൂടെ ഏത് ചെറിയ നമ്പർ കൂട്ടിയിട്ടുണ്ടെങ്കിലാണ് ഒരു പൂർണ്ണവർഗ്ഗം ആവുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ആൻസർ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.